28ാമത്തെ വചനം ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ, നരകത്തെക്കുറിച്ചുള്ള താക്കീത് നൽകാൻ ലോകങ്ങളുടെ നാഥൻ നിയോഗിച്ച പ്രവാചകനാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് ഖുർആൻ പറയുന്നത് വഇന്നക ലഅലാ ഖുൽഖിൻ അളീം എന്ന്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന്. അത്യുത്തമ മാതൃക, ഉത്തമ സ്വഭാവ ഗുണത്തിനുടമായെന്ന്. എല്ലാ അർത്ഥത്തിലും നന്മയിലെ ജനങ്ങളെ ക്ഷണിച്ച, മോക്ഷത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച, സ്വർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച കാരുണ്യത്തിന്റെ പ്രവാചകനെ, എല്ലാ അർത്ഥത്തിലുമുള്ള നന്മയുടെ പ്രവാചകനെ അറിയുവാനുള്ള മനസ്സുണ്ടാകണം നമുക്ക്. ആ പ്രവാചകന്റെ ജീവിതത്തെ അടുത്തറിയാൻ, ആ പ്രവാചക ജീവിതത്തിലെ നിരവധി സംഭവങ്ങൾ ഈ പറഞ്ഞ ആശയങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിക്കുകയല്ലേ. എന്തെല്ലാം നന്മകൾ ആ പ്രവാചകനിലൂടെ ലോകം കണ്ടു. തന്റെ ശത്രുക്കളോട് പോലും മാന്യമായി പെരുമാറിയ പ്രവാചകൻ, തന്റെ പിതൃവന്റെ നെഞ്ചു പിളർന്ന് കരൾ കടിച്ചെടുത്ത് ചവച്ചരച്ച് കാർക്കിച്ചു തുപ്പിയ നിഷേധികൾക്ക് പോലും മാപ്പ് നൽകിയ ആ വിശാല മനസ്സിനുടമയായ പ്രവാചകൻ, തന്നെ വധിക്കുവാൻ വേണ്ടി ഭക്ഷണത്തിൽ വിഷം വിളമ്പി തന്ന ജൂത സ്ത്രീക്ക് പോലും മാപ്പ് നൽകിയ നന്മയുടെ പ്രവാചകൻ, താൻ നടന്നു പോകുന്ന വഴിയിൽ ചപ്പുചവറുകളിട്ട് തനിക്ക് പ്രയാസം സൃഷ്ടിച്ച ജൂത വനിത രോഗിയാണെന്നറിഞ്ഞപ്പോ പോയി കണ്ട് സന്ദർശിച്ച് രോഗവിവരം അന്വേഷിച്ച് ആ സ്ത്രീയെ സമാശ്വസിപ്പിക്കുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, സട്ടാവായി ഉടയ തമ്പുരാനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, അതിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അനുയായികളെ ക്രൂരമായി കൊന്നൊടുക്കിയ സത്യനിഷേധികൾ, അതിനെല്ലാം സാക്ഷ്യം വഹിച്ച പ്രവാചകൻ, അവരെയെല്ലാം മക്ക വിജയവേളയിൽ പ്രവാചകന്റെ മുന്നിൽ അണിനിരത്തിയപ്പോ അവരോട് മാന്യമായി പെരുമാറിയ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ അതേ ഇസ്ലാമിന്റെ പടച്ചറപ്പ് നിയോഗിച്ച അവസാനത്തെ പ്രവാചകന. ഇനിയൊരു പ്രവാചകൻ ഈ ലോകത്തേക്ക് കടന്നു വരാനില്ല. ആ പ്രവാചകനിലൂടെ ലോകം കണ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ അത് മുസ്ലിങ്ങളുടെ മാത്രം പ്രത്യേക ഗ്രന്ഥമല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം നന്നാക്കാൻ വേണ്ടി പടച്ചറബ് അവതരിപ്പിച്ചതല്ല. മറിച്ച് ഖുർആൻ 2-ാം അധ്യായം ബഖറ 185-ാമത്തെ വചനം, അതേ ഹുദൽ ലിന്നാസ്, ഇത് മാനവർക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം. അതേ ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. ഇതാണ് ഗ്രന്ഥം, ശരിയായ മാർഗത്തിലേക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം. വിശ്വസിക്കുന്ന സൽക്കർമ്മകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന അത്യുന്നതമായ പ്രതിഫലത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥം. ഖുർആൻ എല്ലാ നന്മയും ലോകത്തിന് പഠിപ്പിക്കുന്നു, എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ ലോകത്തെ താക്കീത് ചെയ്യുന്നു. എല്ലാ അർത്ഥത്തിലും മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയെ സ്പർശിക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്ത് വിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റെന്താണുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വയം ദൈവീകമെന്ന് പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥം ഖുർആൻ 26-ാം അധ്യായം സൂറത്ത് ശുഅറ 192-ാമത്തെ വചനം, ഇത് ലോകങ്ങളുടെ നാഥൻ അവതരിപ്പിച്ചതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥം. തീർന്നില്ല, ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഗ്രന്ഥം. അതേ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഇത് നാം അവതരിപ്പിച്ചു, ഇത് നാം തന്നെ സംരക്ഷിക്കുമെന്നുള്ള ലോകങ്ങളുടെ തമ്പുരാന്റെ പ്രഖ്യാപനം. ആ വിശുദ്ധ ഖുർആനിൽ ഒരർത്ഥത്തിലുള്ള വൈരുദ്ധ്യങ്ങളില്ല, പോരായ്മകളില്ല, ന്യൂനതകളില്ല, ഉട്ടോപ്യൻ ആശയങ്ങൾ ഖുർആൻ മുന്നോട്ട് വെക്കുന്നില്ല. സമത്വ സുന്ദരമായ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളും ആശയങ്ങളും പഠിപ്പിച്ച ആദർശ പ്രസ്ഥാനങ്ങൾക്ക് ഒരു നൂറ്റാണ്ടിനെ പോലും അതിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന് ചരിത്രം സാക്ഷിയാണ്. എന്നാൽ ഇതാ നൂറ്റാണ്ടുകളേറെ പിന്നിട്ടിട്ടും കൃത്യമായി മനുഷ്യ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ പ്രകാശം സ്ഫുരിപ്പിക്കുന്ന, എല്ലാ അർത്ഥത്തിലും നന്മയുടെ തലോടൽ നൽകുന്ന, മാർഗദർശനം നൽകുന്ന ദൈവീക ഗ്രന്ഥം ഇതാ പ്രജ്വല പ്രകാശമായി മാനവരാശിക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ശരിയായ മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ പഠിക്കാൻ, ആ ഗ്രന്ഥത്തെ അറിയാൻ, ആ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട് നമുക്ക്. ഖുർആന്റെ വെല്ലുവിളി ഇതാ, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കതീറ. 4-ാം അധ്യായം നിസാ 82-ാമത്തെ വചനം. ആ ഗ്രന്ഥത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ? ദൈവീകമല്ലായിരുന്നുവെങ്കിൽ ഒട്ടനവധി വൈരുദ്ധ്യങ്ങൾ അവർക്കതിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഇല്ല, ഒരർത്ഥത്തിലുള്ള വൈരുദ്ധ്യങ്ങളും ന്യൂനതകളും അപ്രായോഗികമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടില്ല. എല്ലാ അർത്ഥത്തിലും മാനവികം, പ്രായോഗികമായ നിയമങ്ങൾ. ഇത് വിശുദ്ധ ഖുർആന്റെ മാത്രം സവിശേഷത. ആ ഖുർആനിനെ പഠിക്കാൻ,
ആ ഖുർആനിനെ മനസ്സിലാക്കാൻ സന്മനസ്സുണ്ടാവണം നമുക്ക്. ആ ഖുർആൻ നിരോധിക്കണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ വരികൾ അടർത്തി മാറ്റണമെന്ന് പറഞ്ഞ് 985 കൽക്കട്ട ഹൈക്കോടതിയിൽ ചന്ദമൽ ചോപ്ര എന്ന വ്യക്തി ഒരു കേസ് ഫയൽ ചെയ്തു. ആ കേസിന്റെ വാദം കേട്ടത് അന്നത്തെ കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജിയായ ബിമൽ ചന്ദ്ര ബാസക്കാണ്. വിശുദ്ധ ഖുർആനാണ് പ്രശ്നം. ഇന്ത്യയിൽ തീവ്രവാദ ചിന്തകൾക്ക് വേരൂന്നം അല്ലെങ്കിൽ വേരോട്ടം നൽകിയത് ഖുർആന്റെ വരികളാണ്. അതുകൊണ്ട് ആ വരികൾ മാറ്റണം. വിശുദ്ധ ഖുർആനിലെ 10-29 വരികൾ എടുത്തു മാറ്റണം. പ്രത്യേകിച്ച് യുദ്ധവുമായി ബന്ധപ്പെട്ട ഇത് ശരിയല്ല എന്ന പരാതി. ആ പരാതിക്ക് മുന്നിൽ ബിമൽ ചന്ദ്ര ബാസക്ക് ആ കേസ് നീട്ടിവെക്കുന്നു. എന്നിട്ട് കൽക്കട്ടയിലെ വിരമിച്ചുപോയ അഡ്വക്കേറ്റ്സുകളെ വിളിച്ചുകൂട്ടുന്നു, വിരമിച്ചുപോയ ജഡ്ജിമാരെ വിളിച്ചുകൂട്ടുന്നു, അവിടെയുള്ള ബുദ്ധിജീവികളെ വിളിച്ചുകൂട്ടുന്നു. എന്നിട്ട് ഖുർആനിന്റെ പരിഭാഷകൾ മുന്നിൽ വെച്ചുകൊണ്ട് അവർ വായിക്കുന്നു ഖുർആനിനെ. അങ്ങനെ 1-2 മാസങ്ങൾക്ക് ശേഷമുള്ള വിധി പ്രസ്താവന, വിശുദ്ധ ഖുർആൻ ഒരർത്ഥത്തിലും തീവ്രവാദ ഭീകരവാദ ചിന്തകൾക്ക് പ്രചോദനം നൽകുന്നില്ല. വിശുദ്ധ ഖുർആന്റെ വരികളെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ ശരിയല്ല. അത് എല്ലാ അർത്ഥത്തിലും തെറ്റാണ്. ഒരർത്ഥത്തിലും അതിനെ ന്യായീകരിക്കാനാവില്ല. ഇന്ത്യയിലെ കൃത്യമായ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിന്റെ ആധികാരിക പ്രമാണത്തിനെതിരെ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾക്ക് തിരികൊളുത്തുന്നതും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതും ശിക്ഷയ്ക്ക് കാരണമായി തീരുമെന്നുള്ള ശക്തമായ നിർദ്ദേശത്തോടുകൂടെയാണ് ആ വിധി പ്രസ്താവനയെ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അതെ, ആ കൂട്ടത്തിൽ മുസ്ലിങ്ങളില്ല. ഇസ്ലാമിനെ ഖുർആനിനെ വായിച്ച പഠിച്ച തുറന്ന മനസ്സുമായി വായിക്കാൻ സന്മനസ്സ് കാണിച്ചപ്പോ ഇല്ല, ഒരർത്ഥത്തിലുള്ള തീവ്രവാദ ഭീകരവാദ ചിന്തകൾക്ക് പ്രചോദനം നൽകുന്നില്ല ഖുർആൻ. അതേസമയം യുദ്ധത്തെ കുറിച്ച് പറയുന്നില്ലേ? ഉണ്ട്. വിശുദ്ധ ഖുർആൻ യുദ്ധത്തെ കുറിച്ച് സംസാരിക്കുന്നു. അതുകൊണ്ടാണ് ഖുർആൻ നിരോധിക്കണമെന്ന ചിന്തയെങ്കിൽ, അതുകൊണ്ടാണ് ഖുർആൻ പ്രശ്നമാകുന്നതെങ്കിൽ, അതുകൊണ്ടാണ് ഖുർആൻ തീവ്രവാദ ചിന്തകൾക്ക് പ്രചോദനം നൽകുന്നു എങ്കിൽ ഏത് മതഗ്രന്ഥമാണ് യുദ്ധത്തെ കുറിച്ച് പറയാതെ പോയത്? ഏത് മതഗ്രന്ഥമാണ് സ്വയരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ആയുധമേന്താൻ പഠിപ്പിക്കാതെ പോയത്? നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രാവണ യുദ്ധമില്ലായിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ രാമായണമുണ്ടോ? ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, നേർക്ക് നേരെ സത്യങ്ങൾ അറിയുവാൻ, സത്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി തന്റെ പ്രിയതമയെ തട്ടിക്കൊണ്ടുപോയ രാവണനോട് എന്ത് നിലപാട് സ്വീകരിക്കണം ശ്രീരാമചന്ദ്രൻ? അതോടൊപ്പം കൗരവ പാണ്ഡവ യുദ്ധമില്ലായിരുന്നുവെങ്കിൽ മഹാഭാരതമുണ്ടോ? മഹാഭാരതമില്ലായിരുന്നുവെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീതയുണ്ടോ? അതിൽ 2-ാം അധ്യായം 37-ാമത്തെ വചനം പാർത്ഥനോട്, കുന്തിപുത്രനോട് ശ്രീകൃഷ്ണൻ നൽകുന്ന സാരോപദേശം എന്താണ്? തന്റെ ഉറ്റവരെയും ഉടയവരെയും കണ്ട് യുദ്ധത്തിന് തയ്യാറാകാതെ മാറി നിൽക്കുന്ന ക്ഷത്രിയനായ പാർത്ഥനോട് ശ്രീകൃഷ്ണൻ നൽകുന്ന ഉപദേശം അല്ലയോ കുന്തിപുത്ര, നീ യുദ്ധത്തിൽ മരിച്ചാൽ നിനക്ക് സ്വർഗം, ജയിച്ചാൽ നിനക്ക് ഇന്ദ്രപ്രസ്ഥം. അതുകൊണ്ട് തത്മാതുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ, നിശ്ചയിക്കപ്പെട്ട യുദ്ധത്തിന് എല്ലാ അർത്ഥത്തിലും നീ തയ്യാറാവുക, എഴുന്നേൽക്കുക എന്ന് പറയുന്ന കൃഷ്ണന്റെ സാരോപദേശങ്ങൾ. ഇതുകൊണ്ട് ഗീത നിരോധിക്കണമെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? യുദ്ധത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് രാമായണം നിരോധിക്കണമെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? അതെ, തന്നെയും തന്റെ അനുയായികളെയും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കാൻ പിലോത്തോസിന്റെ പടയാളികൾ തയ്യാറായി വന്നപ്പോ ഗത്സമന തോട്ടത്തിലിരിക്കുന്ന യേശു തന്റെ അനുയായികളെ വിളിച്ചു പറഞ്ഞത് എന്ത്? ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 36-ാമത്തെ വചനം എന്ത്? അതെ, മേലങ്കി വിറ്റെങ്കിലും നിങ്ങൾ വാള് വാങ്ങിക്കുക, മേലങ്കി വിറ്റെങ്കിലും നിങ്ങൾ വാള് വാങ്ങിക്കുക. ഈ ഒരു വചനം കൊണ്ട് ബൈബിൾ നിരോധിക്കണമെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം വഴിയിലൂടെ പോകുന്ന ഹൈന്ദവ സഹോദരങ്ങളുടെ ശിരസ് ഛേദിക്കാൻ ഖുർആൻ പറഞ്ഞില്ല. നിരപരാധികളായ ക്രൈസ്തവ സഹോദരങ്ങളുടെ നെഞ്ചകം പിളർക്കാൻ ഇസ്ലാം പഠിപ്പിച്ചില്ല. വഖാതിലു ഫീ സബീലില്ലാഹി ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ഖുർആൻ 2-ാം അധ്യായം ബഖറ 190-ാമത്തെ വചനം. മതത്തിന്റെ പേരിൽ, അതേ മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന സത്യനിഷേധികൾ യുദ്ധഭൂമിയിൽ വെച്ച് ഇസ്ലാമികമായ ഇമാറത്തിന്റെ കീഴിലുള്ള ആ യുദ്ധത്തിൽ നിങ്ങൾക്ക്
പ്രതിരോധിക്കാം. എല്ലാ അർത്ഥത്തിലും അവിടെ പരിധികൾ ലംഘിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, പരിധി ലംഘകരെ പടച്ച റബ്ബിന് ഇഷ്ടമല്ല എന്ന്. അതല്ലാതെ ആരെങ്കിലും മനസ്സിലാക്കിയതുപോലെ വാളും വടിവാളും തയ്യാറാക്കി നിശാ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് മെഴുകുതിരി വട്ടത്തിൽ തീവ്രവാദ ആശയങ്ങൾ ഇളം മനസ്സുകളിൽ, യുവാക്കളുടെ മനസ്സുകളിൽ കുത്തി നിറച്ചുകൊണ്ട് അവരെ തെരുവിലിറക്കിക്കൊണ്ട് അതേ ആ കുടുംബത്തിലെ അംഗങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന വികൃതമായ ചിന്തയിലേക്ക് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നില്ല, ഇസ്ലാം പ്രചോദനം നൽകുന്നില്ല. മറിച്ച് എല്ലാ അർത്ഥത്തിലുമുള്ള നവ ജീവ ചൈതന്യത്തിലേക്ക് ഇസ്ലാം ജനങ്ങളെ ക്ഷണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു മതത്തിന്റെ പേരിൽ, ഏതൊരു ആശയത്തിന്റെ പേരിൽ, ഏതൊരു ആദർശത്തിന്റെ പേരിൽ ഇത്തരത്തിൽ നടക്കുന്ന ടെററിസ്റ്റ് ഫാസിസ്റ്റ് ചിന്തകളെ, തന്ത്രങ്ങളെ തിരിച്ചറിയുവാനുള്ള സന്മനസ് മതവിശ്വാസികൾ നേടിയെടുക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പേരിൽ തന്നെ ശാന്തി സമാധാനം എന്ന് പഠിപ്പിക്കുന്ന മതമാണിത്. ലോകത്ത് എത്ര മതമുണ്ട്? മതപ്രമാണങ്ങളുടെ വെളിച്ചത്തിലല്ലേ മതത്തെ നമ്മൾ അറിയേണ്ടത്. ആ മതപ്രമാണങ്ങളെ ആഴത്തിൽ പഠിച്ച മതദാർശനിക പണ്ഡിതന്മാരുടെ അഭിപ്രായവും നാം മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. ഹിന്ദു മതത്തെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ എന്തു പറയുന്നു? അദ്ദേഹത്തിന്റെ ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് സ്വാമി വിവേകാനന്ദ, 3-ാം വാള്യം 228-ാമത്തെ പേജിൽ ഹിന്ദു എന്ന പ്രയോഗത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. സിന്ധു നദിയുടെ തീരത്ത് താമസിച്ചൊരു പറ്റമാളുകൾ, അവരെ വിദേശികളായ പേർഷ്യക്കാർ കടന്നു വന്നപ്പോ അവരെ സിന്ധുക്കൾ എന്ന്, സൈന്ധവരെന്ന് വിളിക്കാൻ പരിശ്രമിച്ചു. പക്ഷേ പേർഷ്യക്കാർക്ക് സാകാരം ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ നാവുകൾക്ക് അത് വഴങ്ങിയില്ല. അതുകൊണ്ട് സാകാരത്തിന് പകരം അവർ ഹാകാരം ഉച്ചരിച്ചു. അങ്ങനെ സിന്ധു ഹിന്ദുവായി എന്ന്, സൈന്ധവർ ഹൈന്ദവരായി എന്ന് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലുള്ള വരികളാണ് ഞാൻ പറഞ്ഞത്. അതെ, ചുരുക്കത്തിൽ ഒരു പ്രത്യേക പ്രദേശത്തിന്റെ പേര് പരിണമിച്ചുകൊണ്ടുണ്ടായ ഒരു പ്രയോഗം. അതേസമയം ബൈബിൾ, പഴയ പുതിയ നിയമ പുസ്തകങ്ങൾ എവിടെ എടുത്തു നോക്കിയാലും അതിലെവിടെയും നേർക്കുനേരെ ക്രിസ്തു മതം എന്നൊരു പ്രയോഗം ഈയുള്ളവനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷിച്ചിടത്തോളം ഇതുവരെ അങ്ങനെ ഒരു പ്രയോഗം നേർക്കുനേരെ ക്രിസ്തു മതം എന്ന് വായിക്കാൻ കഴിയില്ല. അതേസമയം ക്രിസ്ത്യാനി എന്ന പദപ്രയോഗമുണ്ട്. എവിടെ? അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനത്തിൽ. അതും അന്തോക്കിയിലേക്ക് കടന്നു ചെന്ന മിഷണറി പ്രവർത്തകരെ അവരോടുള്ള വിയോജിപ്പ് കൊണ്ട് വിളിച്ച പ്രയോഗമായി കൊണ്ടാണ് ബൈബിൾ പറയുന്നത്. എന്റെ അഭിപ്രായമല്ല. അതേസമയം ഇസ്ലാം സിൽമ് എന്ന അറബി പദധാതുവിൽ നിന്ന് നിഷ്പന്നം ശാന്തി സമാധാനം എന്ന അർത്ഥതാല്പര്യം ഉൾക്കൊള്ളുന്നു. ചുരുക്കത്തിൽ എന്താണ് ഇസ്ലാം? സട്ടാവായി ഉടയ തമ്പുരാന് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും ഇക്കാണുന്ന മഹാപ്രപഞ്ചത്തിന്റെയും അധിപതി ആരോ അവന് സ്വന്തത്തെ സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ്, സമാധാനമാണ് ഇസ്ലാം. അപ്പോൾ ആരാണ് മുസ്ലിം? ഏകനായ സട്ടാവിന് സ്വന്തത്തെ സമർപ്പിക്കുന്നവനാരോ അവനാണ് മുസ്ലിം എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. അപ്പോ എന്താണ് ഇസ്ലാം എന്ന് നമ്മൾ അറിഞ്ഞു. ആരാണ് മുസ്ലിം എന്ന് മനസ്സിലാക്കി. പേരിൽ തന്നെ ശാന്തി സമാധാനം എന്ന അർത്ഥതാല്പര്യം ഉൾക്കൊള്ളുന്ന ഈ ആദർശ പ്രസ്ഥാനം എങ്ങനെ തീവ്രവാദമാകും? എങ്ങനെ ഭീകരതയാകും? ദിനം 5 നേരം നെഞ്ചത്തെ തക്ബീർ കെട്ടി പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ട മുസ്ലിമുമ്മ ഇവിടെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു. ഇശാ ജമാഅത്തായി ഇവിടെ നമസ്കരിച്ചു. ആ നമസ്കാരത്തിൽ, മഗ്രിബ് നമസ്കാരത്തിൽ നിന്ന് ഇവിടെ കൂടിയ മുസ്ലിങ്ങൾ എന്തു പറഞ്ഞുകൊണ്ടാണ് ആ നമസ്കാരത്തിന് വിരമിച്ചത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് സട്ടാവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ മുസ്ലിങ്ങൾ ആ മഗ്രിബ് നമസ്കാരത്തിന് വിരമിച്ചത്, ഇശാ നമസ്കാരത്തിന് വിരമിച്ചത്. ഇങ്ങനെ ലോകത്തെ ലക്ഷക്കണക്കിന് പള്ളികളിൽ കോടാനുകോടി മനുഷ്യർ ഈ സമാധാനത്തിന്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഓരോ നിർബന്ധ നേരത്തെ, ഓരോ സമയത്തെ നമസ്കാരത്തിന് വിരമിക്കുന്നത്. ഇവർക്കെങ്ങനെ ഭീകരവാദികളാകാനാകും? ഇവർക്കെങ്ങനെ തീവ്രവാദികളാകാനാകും? പരസ്പരം കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും എന്ന് പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ട ഒരു മതസമൂഹം, സട്ടാവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും നിനക്കുണ്ടാകട്ടെ, വഅലൈക്കുമുസ്സലാം തിരിച്ചുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജനത, ഇങ്ങനെ നന്മക്ക് വേണ്ടി ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിന് എങ്ങനെ തീവ്രവാദികളാകാനാകും? അവരെ എങ്ങനെ ഭീകരവാദികളെന്ന് മുദ്രകുത്താനാവും? ഇല്ല സഹോദരങ്ങളെ, തീർന്നില്ല. എത്രത്തോളം എന്നാൽ നിർബന്ധ നമസ്കാരത്തിന് ശേഷമുള്ള മുസ്ലിങ്ങളുടെ പ്രാർത്ഥന, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ, നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് ശാന്തി, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം, നീയാണ് രക്ഷ, നിന്നിൽ